നമ്മുടെ ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജീവിത കാലയളവാണ് ഈ ടീനേജ്, കൗമാര കാലഘട്ടം. അറിയാനുള്ള ആകാംക്ഷ കൂടി വരുന്ന കാലഘട്ടം, ഹോർമോൺസ് ഏറ്റവും നന്നായി പ്രവർത്തിച്ചു തുടങ്ങുന്ന കാലഘട്ടം, സ്വപ്നലോകത്ത് പൂമ്പാറ്റകളെ പോലെ പാറി നടക്കാൻ ഇഷ്ടപ്പെടുന്ന കാലഘട്ടം, ഏറ്റവും രസകരമായ ഒരു കാലഘട്ടമാണ്. അതുപോലെ തന്നെ ഇത്തിരി അപകടം പിടിച്ച ഒരു കാലഘട്ടം കൂടിയാണത്. പ്രത്യേകിച്ചും ഇന്നത്തെ സാഹചര്യങ്ങൾ അതുപോലെയാണ്. എല്ലാവർക്കും അറിയാം, വാർത്തകളിൽ ഇതൊക്കെയേ ഉള്ളു കേൾക്കാം. എല്ലാം ചെറുപ്രായത്തിലുള്ള കുട്ടികൾ തന്നെ. എന്താണെന്ന് അറിയാനായിട്ടുള്ള ഒരു കൗതുകത്തിൻ്റെ പുറത്ത് പലതും തുടങ്ങും. അതോടുകൂടി ആ ജീവിതം അവിടെ അവസാനിക്കുന്ന രീതിയിലാണ്. നല്ല ജീവിതം പിന്നീട് എന്താവും എന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഒരു നിമിഷം കൊണ്ട് ജീവിതം മൊത്തത്തിൽ മാറി മറിയുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ കുട്ടികൾക്കും ഇതുപോലുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും തീർച്ചയായിട്ടും. അപ്പം ഇത് കേൾക്കുന്ന ഏതൊരു രക്ഷിതാവും അല്ലെങ്കിൽ ചേട്ടനോ ചേച്ചിയോ ആരുമായിക്കോട്ടെ, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് ഇവർ എന്നുള്ളത് ആദ്യം ഓർക്കുക. പ്രിയപ്പെട്ടതൊന്നും നഷ്ടപ്പെട്ടു പോകരുത് എന്ന് മനസ്സിൽ ഉറച്ച് തീരുമാനിക്കുക. അതിനുശേഷം സ്നേഹത്തോടെ അവരോട് ഓരോ ദിവസവും സംസാരിക്കാനായിട്ട് തീർച്ചയായും സമയം കണ്ടെത്തണം. അച്ഛനും അമ്മയും രാവിലെ ജോലിക്ക് പോകുന്നവരായിരിക്കും, മക്കൾ സ്കൂളിൽ പോകും. നിങ്ങൾ ഒരു ഞായറാഴ്ച മാത്രമായിരിക്കും എല്ലാവരുമായിട്ട് ഒത്തുകൂടി സംസാരിക്കാനുള്ള സാഹചര്യം മിക്കവാറും കിട്ടുന്നു. പക്ഷെ അങ്ങനെയല്ല വേണ്ടത്. നിങ്ങളെത്ര തിരക്ക് പിടിച്ച ജോലിയിലാണെങ്കിലും ഒരു ദിവസം ഒരു 15-10 മിനിറ്റെങ്കിലും നിങ്ങളുടെ കുട്ടികൾക്കൊപ്പം ഇരുന്ന് സംസാരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. എൻ്റെയൊക്കെ കുഞ്ഞു പ്രായത്തിൽ ഓരോ ദിവസം സ്കൂളിൽ പോയിട്ട് വരുമ്പോഴും ട്യൂഷന് പോയിട്ട് വരുമ്പോഴും എല്ലാം അന്നത്തെ ദിവസത്തെ കാര്യങ്ങളെല്ലാം അമ്മയോട് ഷെയർ ചെയ്യും. ഇപ്പോഴും അങ്ങനെയൊക്കെയുള്ള കുട്ടികളുണ്ട്. പക്ഷെ ഒരു സമയമാകുമ്പോൾ അവരത് പുറകോട്ട് മാറും. അത് അവർ പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവരും അങ്ങനെയാണ്. പിന്നെ അവർക്കുള്ളിൽ ചെറിയ ചെറിയ രഹസ്യങ്ങളൊക്കെ രൂപപ്പെടാൻ തുടങ്ങും. അത് നമുക്ക് മനസ്സിലാക്കാനും പറ്റും. അപ്പം നമ്മളെന്താ, ഒരു ദിവസം നമ്മളോട് സംസാരിച്ചാൽ നമ്മൾ തിരക്കണം, തീർച്ചയായിട്ടും തിരക്കണം. എന്തുകൊണ്ട് എന്നൊന്നും പറഞ്ഞില്ലല്ലോ, എന്ത് പറ്റി ഇങ്ങനെയാണ്. പിന്നെ തമാശയ്ക്കായാലും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചോദിച്ച് അവരുടെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ ശ്രമിക്കുക. ഒരിക്കലും ശാസനയിലൂടെ അവരെ നേരെയാക്കാൻ ആ കാലഘട്ടത്തിൽ പറ്റിയില്ല. അപ്പം എൻ്റെ ഒരു ജീവിതത്തിൽ ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് വലിയ വലിയ കുട്ടികളാണ്, നമ്മളെക്കാട്ടിൽ ഉയരമുള്ള കുട്ടികളൊക്കെയാണ് നമ്മുടെ ക്ലാസ്സിലിരിക്കുന്നത്. അതും 10-50 കുട്ടികളൊക്കെ ഉള്ള ക്ലാസ്സൊക്കെ ആയിരുന്നു. അപ്പം ഞാനിങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ ക്ലാസ് എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ പറയും, ഇപ്പോൾ നിങ്ങൾക്ക് ഉപദേശങ്ങൾ തരുമ്പോൾ നിങ്ങൾക്കാർക്കും ഇഷ്ടമാവില്ല. കുറച്ച് സ്ട്രിക്റ്റ് കാണിക്കുന്നവരെ ആർക്കും ഇഷ്ടമല്ല. ഈ പ്രായത്തിൽ ദേഷ്യമാണ്. ഏറ്റവും ഇഷ്ടമില്ലാത്ത സാർ അല്ലെങ്കിൽ ടീച്ചർ എന്ന ഒരു പദവിയായിരിക്കും അങ്ങനെയുള്ളവർക്ക് കിട്ടാൻ പോകുന്നത്. പക്ഷേ കാലം മാറി നിങ്ങൾ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു സാഹചര്യം, പഠിത്തമൊക്കെ കഴിഞ്ഞ് ജോലി അന്വേഷിക്കാനും ഒക്കെ തുടങ്ങുന്ന സാഹചര്യത്തിൽ ഇന്ന് നിങ്ങൾ ഏത് അധ്യാപകരെയാണോ വെറുക്കുന്നത് അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്തതോ അവരെ ആയിരിക്കും നിങ്ങളന്ന് ഏറ്റവും കൂടുതൽ ഓർക്കുക. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കാരണം നിങ്ങൾ സ്വയം ചെയ്യുന്നില്ല എന്ന് കാണുമ്പോഴാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളെക്കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അധ്യാപകരും രക്ഷിതാക്കളുമൊക്കെ ശ്രമിക്കുന്നത്. കാരണം ആ കാലഘട്ടത്തിൽ നിങ്ങളുടെ മാനസികാവസ്ഥ അതാണ്. ചില കുട്ടികളുണ്ട് പഠിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ്, അവർ അതെന്താ അവർക്ക് സംഭവിക്കുന്നതെന്നറിയും. അവരുടെ ചിന്തയിൽ കൂടുതലും അങ്ങനെയുള്ള കാര്യങ്ങളാണ് കിടക്കുന്നത്. അത് വേറൊരു ഇതിൽ പറയാൻ. അപ്പം ഇതിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ
നിങ്ങളുടെ കുട്ടികളോട് സംസാരിക്കാൻ വേണ്ടുന്ന സമയം തീർച്ചയായും കണ്ടെത്തണം. എല്ലാ ദിവസവും സംസാരിക്കണം. ഒരു ദിവസം സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ പിറ്റേ ദിവസം അതും കൂടെ ചേർത്ത് സംസാരിക്കണം. സ്കൂളിലിടയ്ക്ക് പോയി അന്വേഷിക്കണം. ട്യൂഷന് പോകുന്നതാണെങ്കിൽ ട്യൂഷനും അവിടെയും പോയി അന്വേഷിക്കണം. അതായത് നിങ്ങളുടെ കുട്ടിയുടെ പുറകെ നിങ്ങളും ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ ശ്രദ്ധിക്കാൻ ആളുണ്ട് എന്ന് അവർക്ക് തോന്നണം. വൈകിയാൽ അന്വേഷിക്കണം, ഒരിടത്ത് പോയാൽ അവിടെ പോയെന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് ഭയങ്കര സ്ട്രിക്റ്റായിട്ട് പിടിച്ചാൽ പിടിച്ചു കെട്ടാൻ ശ്രമിക്കല്ലേ. അങ്ങനെ പിടിച്ചു കെട്ടാൻ ശ്രമിക്കുമ്പോൾ അവർ വേലി ചാടുക എന്ന് പറയത്തില്ലേ, അതിനെ തരണം ചെയ്യാനായിട്ട് അവർ കള്ളങ്ങൾ ചെയ്യാൻ തുടങ്ങും. അങ്ങനെയാവില്ല. അത് സ്നേഹത്തിൻ്റേതായ ഭാഷയാണ്. നിങ്ങൾ രക്ഷിതാക്കളാണെങ്കിൽ നിങ്ങൾക്ക് ആ ഭാഷ നിങ്ങളുടെ മക്കളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പോൾ ആ രീതിയിൽ തന്നെ നിങ്ങൾ ഓരോ ദിവസം അവരെ പിന്തുടരുക തന്നെ ചെയ്യണം. അതിനുശേഷം അവരുടെ ആ കാലഘട്ടം മാറി അവർക്ക് ഒരു പക്വതയും പാകതയാകാൻ തുടങ്ങുമ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവർ തനിയേ എല്ലാം മനസ്സിലാക്കിക്കോളും. അത് മനസ്സിലാക്കുന്ന സമയം ഒത്തിരി താമസമുണ്ട്. ആ സമയം വരെ നിങ്ങൾ അവരെ മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ.